ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓഫറാണ്. 54 സൈസ് മാത്രമാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് 56 എടുത്തിട്ട് ഇതന്നെ 52 ആണെന്നറിയാം, 52 എടുത്തിട്ട് ഇതന്നെ 54 ആണെന്നറിയാം. അപ്പോൾ ഞാനിതിൽ കുറച്ചൊരു 4 പീസ് ആയിട്ടുള്ളൂ 52, ബാക്കി മൊത്തം 54 കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാർസൽ കിട്ടാൻ വഴുകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, കുറച്ച് സാധനങ്ങൾ മിസ്സായി എന്നുള്ളത്. അവരുടെ പാക്കിങ് ഞാൻ പിന്നെ ഇതാക്കിയതിന് ശേഷം റബ്ബിൽ ഓയിൽ 12 കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് മാറ്റി അയച്ചു കൊടുത്തു. കാരണം അതിൻ്റെ പേപ്പർ മിസ്സായിരുന്നു, എല്ലാം മിസ്സായിരുന്നു. എവിടെയാണ് നമ്മൾ ഇവിടുന്ന് ആക്കി ഞാനെല്ലാം പാക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് ഐ ഡി കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫോണിൽ മാത്രമാണ് ഇവരൊക്കെ നമ്പറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എവിടെ പോയി എന്നറിയില്ല. കാരണം നമ്മൾ ഇന്ന് കൊണ്ടു കൊടുത്താലും നാളെ അതിൻ്റെ സ്ലിപ്പ് വാങ്ങിക്കൊണ്ടും. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി അന്നത്തെ തന്നെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ കൊടുത്ത് പോരുക ചെയ്യുന്നത്. അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരാൾ തന്നെ നിൽക്കണം, ഒരു അടിച്ച് കഴിഞ്ഞത് വരെ. ഒരു ഞങ്ങൾക്ക് തിരക്കാണ്, ഇപ്പോൾ അടിക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ ബൈക്കോളി അറിയാം. അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഒരുപാട് കാരണം 4 ആൾക്കാരത് അല്ലാത്ത ബാക്കി എല്ലാവർക്കും അവർക്ക് സാധനം തന്നെ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞു അല്ല, അവർക്ക് സാധനം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി. അപ്പോൾ ആ പാക്കിങ്ങും ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. ഇപ്പം മാഷാ അല്ലാഹ് എന്താ പറയുക, ഇന്നത്തോടു കൂടി പഴയതിലെല്ലാം ഒരു വിധമൊക്കെ കംപ്ലീറ്റ് പോയി. പാർസൽ ഇവിടെ ഇങ്ങനെ അട്ടിക്ക് കൂടിയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഇടാതെ എന്നാൽ കസ്റ്റമർ ഇങ്ങനെ വീഡിയോ ഇടിയും. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാഴ്ച 2 ആഴ്ച മുന്നേ കൊണ്ടുവന്ന് വെച്ച സാധനം വീഡിയോ ഇടാതായിരുന്നാൽ അത് മോഡൽ പോകും. അപ്പോൾ പിന്നെ നമുക്കത് ഡിസ്കൗണ്ട് സെയിലൊക്കെ ആയിട്ട് വിറ്റ് ഒഴിവാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കൊരു ഡെയിലി മോഡൽ മാറി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കൊണ്ടുവന്ന് വെച്ച സാധനം വീഡിയോസ് അതും വയ്യ, വീഡിയോ ഇടാതിരിക്കാനും വയ്യ. ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഫോട്ടോ ചോദിച്ചിട്ടൊക്കെ നമുക്ക് ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഏതായാലും ഒരുവിധം പാർസൽ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേക കടയിൽ വേറെ ആരുമില്ല. ഓർഡർ സാധനം കൊണ്ടുവരാൻ പോകാനും ഞാൻ തന്നെയാണ്, ഓർഡർ എടുക്കാനും ഞാൻ തന്നെയാണ്. ഞാൻ 1:30-2 മണി വരെയൊക്കെ ഇവിടെ ഇരുന്ന് പാക്ക് ചെയ്യലാണ്, എന്നിട്ടാണ് ഞാൻ പോവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരത് വഴുകിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ ഒരു പ്രശ്നം കാരണമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പറയാറുണ്ട് ഇനി ദിവസം, കാരണം പാക്ക് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലേ ചിലപ്പോൾ ഇവിടുന്ന് പോവുള്ളായിരുന്നു. ഇനിയിപ്പോൾ ശനിയും ഞായറും ആകുമ്പോഴത്തേന് നമുക്ക് പാക്കിങ് ഒരുപാടാകും. അപ്പോൾ അതായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ കംപ്ലീറ്റ് അന്ന് അടിച്ചു തരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ 54 സൈസിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത്, ഇതിൻ്റെ ഒരു ഇത് കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ്. 54 സൈസ്, 250 രൂപ തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, സെയിം വെറൈറ്റി ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 280 ആയിരുന്നു. നമ്മൾ ഓർഡർ പ്രകാരമല്ല കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ വന്നോളുണ്ടോ. കാരണം ഞാനിപ്പോൾ അവിടെ നിന്ന് അട്ടിയെടുത്തപ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും 54 കാണിക്കുമോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൻ്റെ ഇടയിൽ 54 മാത്രമായിട്ട് കാണിക്കാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാർ അത് കണ്ടല്ലേ, കുറച്ച് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 54 മാത്രം കാണിക്കുമോ എന്നുള്ളത്. ഇതാണ് കേട്ടോ ഇത് വെറും 54. ഇനി 52 ഒരു 2-3 ഉള്ളൂ. ഇനി 52 ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ, ഒന്ന് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇത് 54. അപ്പോൾ ഓരോരോ പീസുകളൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കാണിക്കണത് കാരണം നമുക്ക് ഓൾറെഡി ഇത് നമ്മൾ ഇവിടെ സെയിലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ എല്ലാ കളേഴ്സും ചിലപ്പോൾ 1 പീസ് 2 പീസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതും ഒരു 2-3 മനസ്സിൽ വിചാരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുണ്ടോ. ഇതില്ല എന്ന് പറഞ്ഞാൽ അടുത്തത്. അപ്പോൾ 54 ആണ്. പിന്നെ ഇതട്ടോ, ഇവിടെ എല്ലാത്തിനും ഇതുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഇതാക്കണ സിബ് വരുന്നുണ്ട് കേട്ടോ. സിബ് ഒരുപാട് ആൾക്കാർ പറയും സിബ് ഇല്ലാത്ത ചെയ്ത് തരും. പക്ഷേ
പ്രസവത്തിന് കൊണ്ടുപോണ കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ വരുന്നത് വെറും കഫ്താൻ എടുക്കാൻ മാത്രമായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മോഡൽസ് ഇവിടെ നമുക്കിനി അടുത്തത് ട്രിപ്പ് വരാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിപ്പോൾ 250 വേഗം ഇതാക്കണത്. അത് റേറ്റ് കൂടിയിട്ട് തന്നെ ഈ കാര്യം വരുന്നത്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വരുന്നത് എന്തിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഫ്താൻ മാത്രം എടുക്കാനായിട്ടാണ്. കാരണം ഓർക്ക് 5 മാറും കഫ്താന്. ഉമ്മാരൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ചിന്താഗതിയുള്ള ആൾക്കാരില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന കളറില്ല കേട്ടോ, ഇത് നേരിട്ട് കാണാൻ നല്ല ഒരു പീക്കോക്ക് കളറാണ് കേട്ടോ. പീക്കോക്കിന് മാത്രം ഇതിൽ വരുമ്പോൾ എന്തോ ഒരു അലർജി ഉണ്ട് തോന്നുന്നു. എന്നിട്ട് ഉമ്മാർ അറിയും ഒരു മാക്സി എടുത്തോ, ഒരു മാക്സി വെച്ചോ അറിയാം കഫ്താന് മാത്രം മതി. അപ്പോൾ ഇത് സൈസ് 52 കേട്ടോ. 52 നിങ്ങൾ ഇത് ഒരു 3-4 പീസ് മാത്രമേ 52 ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ പറയും, നമ്മൾ നിർത്തി കാണിച്ചില്ലേ, ഇങ്ങനെ പറയും ഒരു കഫ്താൻ എടുത്ത് അല്ല ഒരു മാക്സി വെച്ചോളി, ഒരു ഷാൾ മാക്സി വെച്ചോളി. ഇവരറിയും ഒരു ഷാൾ മാക്സി വെച്ചോളി, ഒരു ഷാൾ മാക്സി വെച്ചോളി. കുട്ടികൾ അറിയ എനിക്ക് കഫ്താൻ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസവം അങ്ങനെ ഈ പ്രസവത്തിൻ്റെ ആവശ്യത്തിന് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കഫ്താൻ ഒരുപാട് മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ 56 ഉണ്ട്. 56 വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് തരുന്നത്. കാരണം എന്താ വെച്ചാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ എടുക്കുമ്പോൾ താത്ത 54 എടുത്തിട്ട് 56 കാണിച്ച് അതിൻ്റെ 56 ആണെന്ന് അറിയാം. അപ്പോൾ ചിലപ്പോൾ 56 അതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്താ വെച്ചാൽ മാക്സി ഇടാൻ ഇത് നിർത്തിക്കണം കേട്ടോ. അപ്പോൾ അത് അടക്കട്ടെ. ഇതും 52 കേട്ടോ. ഇതും 52. അപ്പോൾ 52 കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങൾക്ക് മാക്സി വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി. പിന്നെ ഇത് വരും ഫീഡിങ് നൈറ്റിയും കൊണ്ടുപോകും കേട്ടോ. രണ്ടും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ഫീഡിങ് ആകുമ്പോൾ 2 ഭാഗത്തും സിബ് വരും. എന്നാൽ അത് ഒരു മാക്സിൻ്റെ ലുക്കിൽ ഒരു ടോപ്പിൻ്റെ ലുക്കാവും ചെയ്തു. അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് എടുത്തിട്ട് കുറേ ആൾക്കാർ ഇത് ഗ്രീനാണോ വെച്ച് കണ്ടു വരുന്നത്. അത് ബ്ലാക്കാണ്. ബ്ലാക്കിലാണ് കേട്ടോ ക്രീം കളർ വന്നിട്ട്. ഇതൊരു പ്ലെയിനാണ്, വെറും പ്ലെയിനിൽ സൈഡിൽ ഗോൾഡൻ ലേസ് വെച്ചത് കേട്ടോ. മൂക്കടിക്കുന്നുണ്ട്. അപ്പോൾ ഇതും 54 കേട്ടോ. 54 സൈസാണ്. 250 രൂപയാണ്. ഇനി ഇതുമ്പോൾ കുറയില്ല കേട്ടോ. കാരണം ചിലതിൻ്റെയൊക്കെ ലേസ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം സ്റ്റിച്ചിങ് നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വിധമൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേ നമ്മൾ 200 കൊടുത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്ന് 200 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഇത്രയും വിടുത്ത് ഇതായിട്ടായിരുന്നു. ഇതിൻ്റെ അങ്ങനെയല്ല കേട്ടോ, കണ്ടില്ലേ ഇതിൻ്റെ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ട്. നമ്മൾ ഇത് കൊടുത്തിട്ട് തന്നെ ഈ സാധനം എടുത്തൊരു കുറേ ആൾക്കാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അടിക്കണ ഇത് കോഫി കളറാണ്, നിങ്ങൾ അടിക്കണ കഫ്താൻ ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കഫ്താൻ എടുത്തിട്ട് സെയിലാക്കാത്തത്. മറ്റേത് നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് എടുത്തിട്ടായിരുന്നു നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മളോട് പറഞ്ഞു നമ്മളിതിൻ്റെ അടിയിലടിയിൽ സ്റ്റിച്ച് ചെയ്യണുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ എടുക്കണ കാരണം അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ അടിച്ചിട്ട് കൊടുക്കൽ തുടങ്ങിയ സമയത്ത് ആ കസ്റ്റമർ നമ്മളോട് പറഞ്ഞാണ് നമുക്ക് നിങ്ങൾ അടിക്കണ കഫ്താനാണെങ്കിൽ മാത്രം മതി എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് അതിപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തുനിന്ന് എടുക്കാതായത് കേട്ടോ. നമ്മൾ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടുമാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത്. 20-25 രൂപയൊക്കെ കൊടുത്താൽ കഫ്താൻ അടിച്ച് കിട്ടും. പക്ഷെ നമ്മൾ 50 രൂപ കൊടുത്തിട്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട്
ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്ന്. മറ്റേത് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് അടിക്കായിരിക്കും, ഇവിടേക്ക് ലോങ് സ്റ്റിച്ചിലേക്കാറ് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ കേട്ടോ, ഗോൾഡൻ ലൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന കഫ്താനിനെക്കാട്ടിലും ഇത് എന്താണ് നിങ്ങൾ റേറ്റ് കുറക്കാത്തത്. മറ്റേത് 200 നിങ്ങൾ തന്നിരുന്നല്ലോ, 250 നിങ്ങൾ കുറക്കണില്ല, 280. നമുക്ക് ഈ ലേസ് വാങ്ങിക്കണം, സിബ് വാങ്ങിക്കണം, സ്റ്റിച്ചിങ്ങിൻ്റെ കൂലി വേണം, മെറ്റീരിയൽ എടുക്കണം, എല്ലാം നോക്കുമ്പോൾ നമുക്ക് 280 തന്നെ മുതലാകുള്ളൂ. പക്ഷെ ഞാൻ അന്ന് 56 ഓഫർ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാരിനോട് പറഞ്ഞു നിങ്ങൾ എന്താ 54 ഓഫർ ഇടാത്ത എന്നുള്ളത്. അപ്പോൾ 54 ഇതാ ഓഫർ വന്നു. ഈ ഓഫർ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മാസം കൂടി നമ്മൾ ഓഫറിൽ പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാ ലെവലിക്ക് ആണ് വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇത് 56 കേട്ടോ, 56. അതിന് 54 എഴുതിക്കണം, 56 എഴുതിക്കണം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് 52 കേട്ടോ, 52. നമ്മൾ കാണിച്ചു ഒരു സംശയമുണ്ട്. ഇതാട്ടോ, ഇതിൻ്റെ താഴെ ഇങ്ങനെ കഫ്താൻ ഇട്ട് ശീലമായ പിന്നെ കഫ്താൻ തന്നെ ഇടുള്ളൂ. അപ്പോൾ 54 ഇത് വരുന്നത്, 54. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് പുതിയതായിട്ട് അടിച്ചു വന്ന സാധനമാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് ആക്കിക്കൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസുകൾ ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ ഒന്നിച്ച് കെട്ടെടുത്തിട്ട് അടിക്കുമ്പോൾ ഒരു പീസ് തന്നെ എത്ര പീസ് വേണമെങ്കിലും കിട്ടും എന്നുള്ള അതുണ്ടല്ലോ. അതിൽ ചിലത് മാത്രമേ 2 പീസൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ. ഇനിയിപ്പോൾ 60ൻ്റെ ഫോട്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ കൺഫേം ആക്കുക, ഇന്ന് കൺഫേം ആക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോസ് അയച്ചുകാണ്ട് കൊടുക്കണോ, അപ്പോഴും നമുക്ക് ടൈം വഴുകാണ് കേട്ടോ. ഇത് നീർത്തിയൊരു പീസാണല്ലേ. അപ്പോൾ ഏകദേശം കഴിയാനായി തുടങ്ങി. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിർത്തിയാൽ ഇതല്ല, ഇത് മറ്റേ ഡാർക്കാണ്, ഇത് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇതിൽ തന്നെ 2 ഐറ്റം വരുന്നുണ്ട്. ഞാൻ 56 ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കേട്ടത്. ഇത് 256. കണ്ടില്ലേ, ഇത് രണ്ടും കളർ ചേഞ്ച് മാറ്റമുണ്ട്. സെയിം ഡിസൈനൊക്കെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്, കളറ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിലും അതേപോലെ ഉണ്ട്. ഇതിൽ 3 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഈ നീലിൽ തന്നെ ഇതിൽ 3 ഇങ്ങനെ വരുന്നത്. ഒരു കളർ ഇങ്ങനെ 3 കളറായിട്ടാട്ടോ വരുന്നത്. ഇത് 54. പിന്നെ ഇപ്പോൾ 56 ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇതാക്കണം കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത്. അപ്പോൾ 54 ലാസ്റ്റ് പീസും ഇതായിട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 81, 56, 57, 24, 54, 8, 1, 5, 6, 8, 7, 2, 4, 5, 4 പിന്നെ ഒടുത്തോളി ഒന്നും കൂടി എഴുതിക്കോളി. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാണില്ല എന്ന് പറയുന്നത് നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ.
അവിടുന്ന് എടുത്തോളി. നമ്പർ ഓക്കെ. അസ്സലാമു അലൈക്കും.